analysis of simple AC circuits, solution of RL, RC and RLC circuit. ഇവിടെ അത്യാവശ്യം ന്യൂമറിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. സർക്യൂട്ട് എന്ന് പറയുന്ന മൊഡ്യൂളായിട്ടും അതേപോലെ AC ഫണ്ടമെന്റൽ എന്ന് പറഞ്ഞ മൊഡ്യൂളായിട്ടും രണ്ട് മൊഡ്യൂളായിട്ട് പഠിച്ച കാര്യങ്ങൾ ഒരുമിച്ച് വന്നിട്ടുള്ളതാണ്. രണ്ടും നിങ്ങൾക്ക് കമ്പൈൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റിയ ടോപ്പിക്കാണ്. ഒരു പക്ഷേ നിങ്ങൾ ചെറിയ അതായത് ബേസിക് ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന ടോപ്പിക്കിന് അണ്ടറിൽ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും. ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ സിവിലിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ടോപ്പിക്കുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇലക്ട്രിക്കലിൻ്റെ സിലബസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു എക്സാമിൻ്റെ ആ ഒരു സിലബസ് ഒന്ന് ഫെമിലർ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സിലബസ് ഡിസ്കഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക്കൽ പ്രധാനമായിട്ടും 5 ടോപ്പിക്കുകളാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഒന്ന് എലമെന്ററി കോൺസെപ്റ്റ് ഓഫ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്. അതിൽ പ്രധാനമായിട്ടും വരുന്നത് ഇലക്ട്രിക് സർക്യൂട്ട്സ് മാത്രമല്ല, അതേപോലെ തന്നെ AC ഫണ്ടമെന്റൽസും ശരിക്കും ആ മൊഡ്യൂളിൽ വന്നിട്ടുണ്ട് കേട്ടോ. എലമെന്ററി കോൺസെപ്റ്റ് ഓഫ് ഇലക്ട്രിക് സർക്യൂട്ടിൽ സർക്യൂട്ട് തിയറി വരുന്നുണ്ട്, പ്ലസ് അതിൻ്റെ കൂടെ AC ഫണ്ടമെന്റൽസും വന്നിട്ടുണ്ട്. പിന്നെ 3 ഫേസ് സിസ്റ്റം വന്നിട്ടുണ്ട്. അതേപോലെ പവർ സിസ്റ്റത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറേഷൻ ഓഫ് പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷനാണ് വന്നിട്ടുള്ളത്. ദെൻ ഇലക്ട്രിക്കൽ മെഷീൻസ് വന്നിട്ടുണ്ട്. എല്ലാ എക്സാമുകളും എല്ലാ ഇലക്ട്രിക്കൽ എക്സാംസുകൾക്കും മെഷീൻസ് മസ്റ്റാണ് അല്ലേ. ദെൻ താരിഫ് ആൻഡ് വയറിംഗ് സിസ്റ്റം, നമ്മൾ ഡിസൈൻ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിങ്ങനെ നമ്മൾ എല്ലാ എക്സാമിന് പഠിക്കുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ്. അപ്പോൾ ഇത് ഫെമിലിയർ ടോപ്പിക്സ് തന്നെയാണ് കേട്ടോ. ഇലക്ട്രിക്കൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ഏതെങ്കിലും എക്സാംസുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരിക്കലും എന്തല്ല, ഇതൊരു ബേർഡൻ അല്ല. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന, നിങ്ങൾ പഠിച്ചിട്ടുള്ള കണ്ടന്റ് തന്നെ ഇവിടെ വരുന്നുള്ളൂ. അതല്ല, നിങ്ങൾ മറ്റ് ബ്രാഞ്ചിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ പഠിച്ചെടുക്കേണ്ടത് തീർച്ചയായിട്ടും ഇലക്ട്രിക്കലിലെ കോർ കൺസെപ്റ്റുകൾ തന്നെയാണ്. മറ്റ് ബ്രാഞ്ചിലുള്ള ആളുകളോടാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക്കലുള്ള ഏറ്റവും കോർ ആയിട്ടുള്ള സർക്യൂട്ട്, അതേപോലെ മെഷീൻസ്, പവർ സിസ്റ്റം ഒക്കെയാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. കോർ സബ്ജക്റ്റിൽ പഠിക്കാത്തത് ഇപ്പോൾ പവർ ഇലക്ട്രോണിക്സ് മാത്രമാണ് പഠിക്കാത്തത്, ബാക്കിയൊക്കെ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. സോ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഓരോന്നിലേക്ക് നോക്കി നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എലമെന്ററി കോൺസെപ്റ്റ് ഓഫ് ഇലക്ട്രിക് സർക്യൂട്ട് ആണ് ഫസ്റ്റ് വരുന്നത്. അതിൽ കിർച്ചോഫ് ലോസ് വരുന്നുണ്ട്. അപ്പോൾ KCLും KVLും വരുന്നുണ്ട്. ദെൻ നോഡ്, വോൾട്ടേജ് ആൻഡ് മെഷ് അനാലിസിസ് വരുന്നുണ്ട്. ദെൻ എന്താണ് സൂപ്പർ നോഡ്, സൂപ്പർ മെഷ്, അതേപോലെ അനാലിസിസ് വരുന്നുണ്ട്. ദെൻ AC ഫണ്ടമെന്റൽ നോക്കുകയാണെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസ് ഉണ്ടല്ലോ, ആവറേജ് വാല്യൂ, അതേപോലെ തന്നെ RMS വാല്യൂ, ഫോം ഫാക്ടർ, ദെൻ ഫോം ഫാക്ടർ ഓഫ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്. ദെൻ അനാലിസിസ് ഓഫ് സിമ്പിൾ AC സർക്യൂട്ട്സ്, സൊല്യൂഷൻ ഓഫ് RL, RC ആൻഡ് RLC സർക്യൂട്ട്. ഇവിടെ അത്യാവശ്യം ന്യൂമറിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. സർക്യൂട്ട് തിയറി അങ്ങനെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ, കാരണം KCLും KVLും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും സർക്യൂട്ട് ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ലൊരു അത്യാവശ്യം ബേസിക് ഇലക്ട്രിക്കലിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് ഈ ടോപ്പിക് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് പഠിക്കാവുന്നതല്ല മറ്റു ബ്രാഞ്ചുകാർക്ക്. ഇലക്ട്രിക്കൽ ബ്രാഞ്ചിലുള്ള ആളുകൾ ഓൾറെഡി നമ്മൾ 2 മൊഡ്യൂളായിട്ട്, 2 മൊഡ്യൂൾസിലായിട്ട്, അതായത് 2 മൊഡ്യൂൾസിലായിട്ട് സർക്യൂട്ട് എന്ന് പറയുന്ന മൊഡ്യൂളായിട്ടും അതേപോലെ AC ഫണ്ടമെന്റൽ എന്ന് പറഞ്ഞ മൊഡ്യൂളായിട്ടും 2 മൊഡ്യൂളായിട്ട് പഠിച്ച കാര്യങ്ങൾ ഒരുമിച്ച് വന്നിട്ടുള്ളതാണ്. രണ്ടും നിങ്ങൾക്ക് കമ്പൈൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. റൈറ്റ്. ഇനി അടുത്ത് വന്നിരിക്കുന്നത് 3 ഫേസ് സിസ്റ്റം ആണ്. ഈ 3 ഫേസ് സിസ്റ്റം എന്ന് പറയുന്നതിൽ എന്താ ഇവിടെ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള മൊഡ്യൂളായിട്ട് മാറുക കേട്ടോ. ഈസി സ്കോർ ചെയ്യാൻ പറ്റിയ മൊഡ്യൂളാണ്. ഇതിൽ സ്റ്റാർ ആൻഡ് ഡെൽറ്റ കണക്ഷൻ വന്നിട്ടുണ്ട്. അതേപോലെ പവർ ഇൻ 3 ഫേസ് സർക്യൂട്ട് വന്നിട്ടുണ്ട്. മെഷർമെന്റ് ഓഫ് പവർ ഇൻ 3 ഫേസ് സർക്യൂട്ട് ആൻഡ് വർക്കിംഗ് ഓഫ് എനർജി മീറ്റർ. ഇത് ശരിക്കും കൂട്ടത്തിൽ നമ്മൾ കമ്പാരിറ്റീവ്ലി ഇത് നമ്മൾ ഈ സിലബസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണേ. സിലബസ് ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ തവണത്തെ ഇൻഡസ്ട്രീസിലെ അസിസ്റ്റന്റ് ഡയറക്ടർ പോസ്റ്റിലേക്കുള്ള എക്സാമിൻ്റെ സിലബസിനെ ബേസ് ചെയ്തിട്ടാട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കറിയാം എന്താണ്, കഴിഞ്ഞ പ്രാവശ്യം എക്സാം നടന്ന സമയത്ത് അവിടെ ജനറൽ നോളജ്, അതായത് റിനൈസൻസ്, ഇന്ത്യൻ ഹിസ്റ്ററി എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നില്ലേ. ഇപ്രാവശ്യം അതുണ്ടാവില്ല. ഇപ്രാവശ്യം കംപ്ലീറ്റ്ലി ടെക്നിക്കലായിട്ട് മാറൂലേ. സോ സിലബസിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരും. ഇപ്പോൾ ഈ 3 ഫേസ് സിസ്റ്റം എന്ന് പറയുന്ന മൊഡ്യൂൾ നോക്കുകയാണെങ്കിൽ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ മൊഡ്യൂൾ വേണമെങ്കിൽ ഏതാണ്, 3 ഫേസ് സിസ്റ്റം ആണെന്ന് പറയല്ലേ. ഏറ്റവും ചെറിയ മൊഡ്യൂളാണ് 3 ഫേസ് സിസ്റ്റം. സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത്. റൈറ്റ്. നെക്സ്റ്റ് നമ്മൾ ജനറേഷൻ ഓഫ് പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ് അടുത്ത് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ പവർ സിസ്റ്റത്തിൽ പഠിച്ച കാര്യമാണ് അല്ലേ. പവർ സിസ്റ്റത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എന്തൊക്കെയാണ്, ഹൈഡ്രോ ഇലക്ട്രിക് പഠിച്ചു, തെർമൽ പഠിച്ചു, ന്യൂക്ലിയർ പഠിച്ചിട്ടുണ്ട് അല്ലേ. ദെൻ എന്താണ്, റിന്യൂവബിൾ എനർജി സോഴ്സസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ദെൻ ടിപ്പിക്കൽ ഇലക്ട്രിക്കൽ പവർ ട്രാൻസ്മിഷൻ സ്കീംസ് പഠിക്കാനുണ്ട്, സബ്സ്റ്റേഷൻ എക്യുപ്മെൻറ്റ്സ്, അതേപോലെ പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഇതൊക്കെ എവിടെ വരുന്നുണ്ട്, ഈ ഒരു
പവർ സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റിയ ടോപ്പിക്കാണ്. ഒരു പക്ഷേ നിങ്ങൾ അതായത് ബേസിക് ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അണ്ടറിൽ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും. പവർ സിസ്റ്റം എന്ന് പറയുന്ന എഞ്ചിനീയറിംഗിൽ ഇലക്ട്രിക്കലിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളിലുള്ള പാർട്ടാണ് ഈ ഒരു പവർ സിസ്റ്റം ടോപ്പിക്കുകൾ വരുന്നത്. അഗെയിൻ സ്കോർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഏരിയ തന്നെയാണ് ഈ ഒരു മൊഡ്യൂളും. ഓക്കെ, നെക്സ്റ്റ് ഇലക്ട്രിക്കൽ മെഷീൻസും. അതായത് ഈ ഇലക്ട്രിക്കൽ മെഷീൻസ് എന്ന് പറയുമ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് ഡെപ്തിൽ പഠിക്കാനുണ്ട്. ഒരു പക്ഷേ ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾക്കും മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകൾക്കും ഈ മെഷീൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ കംഫർട്ടബിൾ ആയിരിക്കും. മറ്റു ബ്രാഞ്ചിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ മെഷീൻസിൽ ട്രാൻസ്ഫോമർ വരുന്നുണ്ട്. അത് സിംഗിൾ ആൻഡ് 3 ഫേസ് വരുന്നുണ്ട്. അതിൻ്റെ കൺസ്ട്രക്ഷന്, ലോസസ്, എഫിഷ്യൻസി ഒക്കെ വരുന്നുണ്ട്. ദെൻ DC മെഷീൻസും വരുന്നുണ്ട്. DC മെഷീൻസ്, ദെൻ ടൈപ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, അപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതേപോലെ AC മെഷീൻ വരുന്നുണ്ട്. 3 ഫേസ് ആൻഡ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സ് വരുന്നുണ്ട്. ഓൾട്ടർനേറ്റേഴ്സ് വരുന്നുണ്ട്. ആൻഡ് സിങ്ക്രണസ് മോട്ടോഴ്സ് വരുന്നുണ്ട്. അതായത് ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ എന്താണ് കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ട്രാൻസ്ഫോമറിനെ പറഞ്ഞുള്ളൂ, AC മെഷീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, DC മെഷീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. വിച്ച് മീൻസ് ദ എൻറ്റയർ മെഷീൻസ് ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സിലബസിൽ നമ്മളിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കലിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ ടോപ്പിക്ക് പഠിക്കാനായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം എഫേർട്ട് എടുക്കേണ്ടി വരിക. കാരണം ഇലക്ട്രിക്കൽ ഒരു കോറായിട്ടുള്ള ഏരിയ ആണ് ഈ ഏരിയ എന്ന് പറയുന്നത്, മെഷീൻസ് എന്ന് പറയുന്നത്. അത് പല പല സബ്ജക്റ്റിൽ ഒന്നിലധികം സെമസ്റ്റേഴ്സിൽ സ്റ്റുഡൻസ് പഠിച്ച വിഷയങ്ങളാണ് DC മെഷീൻ, AC മെഷീൻസ് ഒക്കെ. സോ അത്യാവശ്യം നല്ല കണ്ടന്റ് വരുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഈ ഇലക്ട്രിക്കൽ മെഷീൻസ്. നമ്മളിപ്പോൾ ലാസ്റ്റിൽ ഡിസ്കസ് ചെയ്ത മൊഡ്യൂൾസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ എന്താണ് അത് വളരെ ക്രിസ്പായിട്ടുള്ള കണ്ടന്റ് അവിടെ ഉള്ളത്. നമ്മൾ ഈ പറഞ്ഞ പവർ സിസ്റ്റത്തിലാണെങ്കിലും 3 ഫേസിലാണെങ്കിലും ഇവിടെ അത്യാവശ്യം കണ്ടന്റ് വരുന്നുണ്ട് കേട്ടോ. ഈ എലമെൻ്ററി കോൺസെപ്റ്റ് ഓഫ് സർക്യൂട്ട്സിലും അത്യാവശ്യം ടോപ്പിക്ക് വരുന്നുണ്ട്. കാരണം അവിടെ AC ഫണ്ടമെൻ്റൽ സർക്യൂട്ട്സും വരുന്നത് കൊണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മെഷീൻസിൻ്റെ കേസിലേക്ക് വരുമ്പോൾ എല്ലാ ടൈപ്പും വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് എഫേർട്ട് എടുത്ത് പഠിച്ചാലേ ഇവിടെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ദെൻ ലാസ്റ്റ് വൺ, താരിഫ് ആൻഡ് വയറിംഗ് സിസ്റ്റം. ഇത് ശരിക്കും പറഞ്ഞാൽ ഡിസൈൻ, എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ് ഇലക്ട്രിക്കൽ സബ്ജക്റ്റുകാർ പഠിച്ചിട്ടുള്ള ടോപ്പിക്കിലുള്ളതാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിലെന്തൊക്കെ വരുന്നുണ്ട്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് LT ആൻഡ് HT കൺസ്യൂമേഴ്സ് വരുന്നുണ്ട്. താരിഫ് സ്കീംസ് വരുന്നുണ്ട്. വയറിംഗ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വയറിംഗ് ഇല്ലേ അത് വരുന്നുണ്ട്. അതേപോലെ മീറ്റർ ബോർഡ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്, എർത്തിങ് ആൻഡ് ഇൻസ്റ്റലേഷൻസ്, പ്രൊട്ടക്റ്റീവ് ഫ്യൂസസ്, MCB, ELCB തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഇതും പ്യുവർലി തിയററ്റിക്കലാണ് കേട്ടോ. വലിയ എഫേർട്ടൊന്നും എടുക്കാണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ടോപ്പിക് തന്നെയാണ്. ഇതിൽ ഫസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള ഇലക്ട്രിക് സർക്യൂട്ടിൻ്റെ മൊഡ്യൂളും അതേപോലെ തന്നെ മെഷീൻസിൻ്റെ മൊഡ്യൂളും ആണ് കുറച്ച് കൂടുതൽ കണ്ടന്റ് പഠിക്കാനുള്ളത്. ഇതൊക്കെ തിയററ്റിക്കലാണ്, പെട്ടെന്ന് പഠിച്ചു പോകാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിനൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുക, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. അവിടുന്ന് തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ക്വസ്റ്റ്യൻസുകൾ വരുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഇലക്ട്രിക്കലിൻ്റെ സിലബസിൽ വരുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ.